സിമ്പിൾ ഡിപ്പി കിച്ചണിലേക്ക് സ്വാഗതം. ഇന്ന് നമുക്ക് സിമ്പിളായി ആപ്പിൾ ഹലുവ ഉണ്ടാക്കാം. വീട്ടിലുള്ള കുട്ടികൾക്ക് ഒരു നല്ല മധുരം. ഇത് ഉണ്ടാക്കാൻ എളുപ്പമാണ്. പഴയ കാലത്ത് തന്നെ പറയുമായിരുന്നു, ദിവസേന ഒരു ആപ്പിൾ കഴിച്ചാൽ ഡോക്ടറെ അകറ്റി നിർത്താമെന്ന്. പക്ഷേ അന്ന് കാലത്ത് കിട്ടുന്ന ആപ്പിൾ നല്ല ആപ്പിളായിരുന്നു. ഇക്കാലത്ത് കിട്ടുന്ന ആപ്പിൾ ശ്രദ്ധാപൂർവം നോക്കി വേണം വാങ്ങി കഴിക്കാൻ. അതെല്ലാം നിങ്ങൾക്ക് അറിയാവുന്ന കാര്യങ്ങളാണ്. നല്ല ആപ്പിളാണെങ്കിൽ ദിവസേന കഴിച്ചാൽ വളരെയധികം നല്ലതാണ്. ആപ്പിൾ ഗ്രേറ്റ് ചെയ്ത് എടുത്തും ഹലുവ ഉണ്ടാക്കാം. അതിനുശേഷം അരച്ചും ഹലുവ ഉണ്ടാക്കാം. ഇത് നിങ്ങളുടെ ഇഷ്ടത്തിനനുസരിച്ച് ചെയ്യാം. ഷുഗർ രോഗമുള്ളവർക്ക് പോലും ധൈര്യപൂർവ്വം കഴിക്കാൻ പറ്റുന്ന ഒരു ഫ്രൂട്ടാണ് ആപ്പിൾ. നല്ല ആപ്പിളാണ് കഴിക്കുന്നതെങ്കിൽ ക്യാൻസറിനെ പോലും പ്രതിരോധിക്കും എന്നാണ് പറയുന്നത്. ഇനി ആപ്പിൾ കഴുകി വൃത്തിയാക്കി അതിൻ്റെ ഉള്ളിലുള്ള കുരു കളഞ്ഞെടുക്കണം. അതിനുശേഷം ഇത് ഗ്രേറ്റ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിലേക്ക് നമുക്ക് ഈ ആപ്പിൾ ഗ്രേറ്റ് ചെയ്യാം. ആപ്പിളിൻ്റെ നിറം മാറുന്നതിന് ഗ്രേറ്റ് ചെയ്ത ശേഷം കുറച്ച് പഞ്ചസാരപ്പൊടി ഇട്ടുകൊടുത്താൽ നിറം മാറില്ല. ആപ്പിൾ ഇങ്ങനെ ഗ്രേറ്റ് ചെയ്ത ശേഷം നമുക്ക് മാറ്റി വയ്ക്കാം. ഗ്രേറ്റ് ചെയ്ത് കുറേ സമയം വെച്ചാൽ കറുത്തു പോകും.
ഇനി ഒരു പാനിലേക്ക് 1 ടീസ്പൂൺ ഗീ ഒഴിച്ച് അണ്ടിപ്പരിപ്പ് ഇട്ട് ഒന്ന് വറുത്തെടുക്കാം. അത് മൂത്ത് വരുമ്പോൾ അതിലേക്ക് കുറച്ച് കിസ്മിസ് കൂടി കഴുകി വൃത്തിയാക്കി ഇട്ട് കൊടുക്കാം. ഇത് രണ്ടും നമുക്ക് വഴറ്റിയെടുക്കാം. ഇത് മാറ്റിവെച്ച ശേഷം ബാക്കിയുള്ള ഓയിലിലേക്ക് ഗ്രേറ്റ് ചെയ്ത ആപ്പിൾ ഇട്ട് കൊടുക്കാം. നല്ലതുപോലെ വഴറ്റിയെടുക്കണം. നല്ലതുപോലെ വഴറ്റി എന്ന് കണ്ടാൽ ഇതിലേക്ക് 1/2 കപ്പ് പഞ്ചസാര ഇട്ട് വെക്കാം. പഞ്ചസാര നല്ലതുപോലെ ആപ്പിളിൽ പിടിക്കുന്നത് വരെ ഇളക്കിയെടുക്കണം. ആപ്പിൾ കഴിക്കാത്ത കുട്ടികളാണെങ്കിൽ ഇങ്ങനെ ഉണ്ടാക്കി കൊടുത്താൽ അവർക്ക് ഇഷ്ടമാകും. ഇതെല്ലാം ഉണ്ടാക്കുമ്പോൾ സിമ്മിൽ വെച്ച് ഉണ്ടാക്കുന്നതാണ് നല്ലത്. കഴിയുന്നതും നമ്മൾ വീട്ടിൽ തന്നെ ഇങ്ങനെ ഓരോന്നും ഉണ്ടാക്കി കുട്ടികൾക്ക് കൊടുക്കുന്നതാണ് നല്ലത്. ഇനി ഇതിലേക്ക് 1/4 ഗ്ലാസ് പാലിൽ 1 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ ഇളക്കി ആപ്പിളിലേക്ക് ഒഴിച്ചു കൊടുക്കാം. കുട്ടികൾക്ക് ഇങ്ങനെ ഓരോരോ മധുരം ഉണ്ടാക്കി കൊടുക്കുമ്പോൾ അവർക്ക് വലിയ സന്തോഷമായിരിക്കും. ആപ്പിളിൽ വെള്ളം വറ്റി എന്ന് കണ്ടാൽ ഇത് നമുക്കതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. പെട്ടെന്ന് ഉണ്ടാക്കാൻ പറ്റുന്ന ഒരു മധുരമാണ് ഇത്. നിങ്ങളുടെ വീട്ടിൽ ആരെങ്കിലും വന്നാൽ ആപ്പിൾ ഉണ്ടെങ്കിൽ ഒന്നെടുത്ത് ഇങ്ങനെ ഉണ്ടാക്കി നോക്കും. കോൺഫ്ലവർ നല്ലതുപോലെ വെന്തു എന്ന് കണ്ടാൽ നമുക്ക് സ്റ്റൗ ഓഫ് ചെയ്യാം. നിങ്ങൾക്ക് ആപ്പിളിൻ്റെ സ്വാദല്ലാതെ വേറെ സ്വാദ് വേണമെങ്കിൽ 1 ടീസ്പൂൺ വാനില എസൻസ് ഒഴിച്ചു കൊടുക്കാം. ഏത് ഫ്രൂട്ട്സ് എടുത്തും ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി ഇത് നെയ്യ് തേച്ച ഒരു പാത്രത്തിൽ നമുക്ക് ഇട്ട് ഒന്ന് പരത്തി വയ്ക്കാം. ഇനി നമുക്ക് നേരത്തെ വറുത്ത് വെച്ച അണ്ടിപ്പരിപ്പും മുന്തിരിങ്ങയും ഇതിൻ്റെ മുകളിൽ ഇട്ട് കൊടുക്കാം. നിങ്ങളും ഒന്ന് മറക്കാതെ ഇത് ഉണ്ടാക്കി നോക്കൂ.
നിങ്ങൾ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ലെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക. ഞാൻ ഇടുന്ന പുതിയ വീഡിയോകൾ കാണാൻ ബെൽ ഐക്കൺ അമർത്തുക. എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക. കൂട്ടുകാരുമായി ഷെയർ ചെയ്യുക.